ഉത്തരാഖണ്ഡ് തലസ്ഥാനമായ ഡെറാഡൂണിൽ വീണ്ടും മേഘവിസ്ഫോടനം. തിങ്കളാഴ്ച രാത്രിയോടെ ആരംഭിച്ച അതിശക്തമായ മഴയിൽ തപോവാൻ മേഖലയിൽ നിരവധി വീടുകളും സ്ഥാപനങ്ങളും വെള്ളത്തിലായി. അപകടത്തിൽ 2 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. സഹസ്രധാര, IT പാർക്ക് മേഖലകളിലും വെള്ളക്കെട്ടാണ്. വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങളെ മുൻകൂട്ടി മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇതാണ് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കുറച്ചത്. കാണാതായ 2 പേർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സംസ്ഥാന കേന്ദ്ര ദുരന്ത നിവാരണ സേനകൾ സ്ഥലത്തുണ്ട്. ഡെറാഡൂണിൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾക്ക് അവധി നൽകിയിരുന്നു. ഡെറാഡൂണിൽ മഴയെ തുടർന്ന് ഋഷികേശ് മേഖലയിലെ ചന്ദ്രബാഗ് നദി കരകവുകയാണ്. പുഴയിൽ കുടുങ്ങിയ 3 പേരെ ദുരന്ത നിവാരണ സേന രക്ഷപ്പെടുത്തി. പിത്തോർഖണ്ഡ് ജില്ലയിൽ നേരത്തെയുണ്ടായ മണ്ണിടിച്ചിൽ റോഡ് തകർന്നിരുന്നു. ഗതാഗതം നിലച്ച് ഇവിടെ പകരം സംവിധാനം ഒരുക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഈ മൺസൂൺ സീസണിൽ ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഏപ്രിൽ മുതൽ മഴക്കെടുതിയിൽ 85 പേർ മരിച്ചതായും 128 പേർക്ക് പരിക്കേറ്റതായും 94 പേരെ കാണാതായും അധികൃതരുടെ കണക്കുകൾ പറയുന്നു. പ്രദേശത്ത് മഴ കനക്കാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഡെറാഡൂൺ, ചമ്പാവത്ത്, ബാഗേശ്വർ, നൈനിറ്റാൾ എന്നീ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവർ സംസ്ഥാനത്തിന് ആവശ്യമായ സഹായം വാഗ്ദാനം ചെയ്തു. ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്.